UDF-നെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂർ മുൻ MLA PV അൻവർ കാലുപിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് UDF ചെയ്തത്. VD സതീശൻ ചെളിവാരി എറിഞ്ഞു, വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി. ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. KC വേണുഗോപാലുമായുള്ള ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും മമതാ ബാനർജി അടക്കം പ്രചാരണത്തിനെത്തുമെന്നും PV അൻവർ പറയുന്നു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? UDF-ൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല, KC-യുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു? ഞങ്ങൾ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ മണിക്കൂറിലാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കുന്നത്. ഇനി VD സതീശനുമായി ചർച്ചയ്ക്കില്ല, ഇനി KC വേണുഗോപാലുമായി മാത്രമാണ് ചർച്ച നടക്കുക. അതിൽ തീരുമാനമായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് PV അൻവർ നൽകുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും PV അൻവർ ഇനി KC വേണുഗോപാലിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. മുന്നണി പ്രവേശനം എന്നുള്ള ആവശ്യം തന്നെയാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ കണ്ടതാണ് PV അൻവർ പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ ലീഗുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ലീഗിനെ ഇടപെടുത്തിക്കൊണ്ട് ഒരു മുന്നണി പ്രവേശനം സാധ്യമാവുമോ എന്നുള്ളതിൻ്റെ വഴികൾ തേടുകയായിരുന്നു PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. മാത്രമല്ല, ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ UDF-ന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷൗക്കത്ത് ഇടതുപക്ഷവുമായി ചർച്ച നടത്തി, മാത്രമല്ല ഷൗക്കത്ത് മണ്ഡലം അറിയാത്ത വ്യക്തിയാണ് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ആയിരുന്നു അൻവർ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഈ ലീഗുമായിട്ടും ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷവും മുന്നണി പ്രവേശനം സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് PV അൻവർ ഇപ്പോൾ ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലെ ഒരു വാതിൽ എന്ന തരത്തിൽ KC വേണുഗോപാലിനെ സമീപിക്കുന്നത്. ഏതായാലും KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ മുന്നണിയിലേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നുള്ള ഒരു വഴി കൂടെ അൻവർ തേടുകയാണ്. അഥവാ KC വേണുഗോപാലിൻ്റെ ഇടപെടലിലും അൻവറിന് UDF മുന്നണിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളതാണ് അൻവർ പറയുന്നത്. തൻ്റെ പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും, 10 മന്ത്രിമാർ എത്തും, ഒപ്പം തന്നെ MP-മാർ ഉൾപ്പെടെ ഈ പ്രചാരണത്തിനെത്തും എന്നൊക്കെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാം, അൻവർ ആദ്യം പറഞ്ഞത് താൻ ഏത് സാഹചര്യത്തിലാണ് ഈ ഇടതുപക്ഷത്തു നിന്നും പുറത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം കുറേയേറെ മിനിറ്റുകൾ വിശദീകരിച്ചത്. അതിനുശേഷം താൻ ഇടതുപക്ഷത്തിനെതിരെ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി UDF-നെ പിന്തുണയ്ക്കുക എന്നുള്ളത് താൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടിയത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മിൻഹാജ് എന്ന സ്ഥാനാർത്ഥിയെ DMK സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പിന്നീട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതുകൂടാതെ തന്നെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെയും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് തങ്ങൾ ചെയ്തത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നീട് മുന്നണി പ്രവേശനം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം MM ഹസൻ പറഞ്ഞു ഉടൻ തന്നെ മുന്നണിയിൽ പ്രവേശനം ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ തങ്ങൾ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പിന്നീട് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും VD സതീശൻ്റെ ഭാഗത്തു നിന്നും അൻവറിനെ UDF-ൽ എടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് VD സതീശൻ പറഞ്ഞത് അൻവർ ഈ UDF-ഉമായിട്ട് സഹകരിച്ച് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അൻവറാണ് വ്യക്തമാക്കേണ്ടത് എന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് UDF-ന്റെ ഭാഗത്തു നിന്നൊക്കെ തനിക്കെതിരെ വലിയ രീതിയിൽ തന്നെ തഴയുകയാണ് എന്നുള്ളത് തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. കാല് പിടിച്ചു പോകുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് ചെയ്യുന്നത്, നഗ്നനായിട്ട് തെരുവിൽ നിൽക്കുമ്പോൾ ദേഹത്ത് ചെളിവാരി എറിയുകയാണ് UDF ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അൻവർ പറഞ്ഞത്. ഏതായാലും ഇതിന് പിന്നിൽ പല നേതാക്കളും ചരടുവലിയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നും കൂടുതൽ വിശദമായ പ്രതികരണം നടത്തുന്നില്ല.
കെ.സി. വേണുഗോപാലിന് ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിനെ മായി സംസാരിച്ചുകൊണ്ട് മുന്നണി പ്രവേശനം സാധ്യമാവുമോ എന്നുള്ള വഴിയാണ് അൻവർ ഇനി തേടുന്നത്. അഥവാ കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ പറയാം, 2 ദിവസത്തിനകം കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ വെളിപ്പെടുത്താം എന്നുള്ളതാണ് അൻവർ ഇന്ന് പറഞ്ഞു വെച്ചത്. ശരി, നീതിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന നിലപാടാണ് PV അൻവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.